ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ഷാർജയിലെ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഒരു യാത്രയാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സ്ഥിതികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു മാർക്കറ്റല്ല, അത് സാധാരണ നമ്മുടെ നാടൻ ഭാഷയിലാണെങ്കിൽ ചന്ത എന്ന് പറയും. കന്നുകാലികൾ, മറ്റ് പശുപക്ഷികളെല്ലാം അവിടെ ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വിവരമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ യാത്ര തുടരുകയാണ്. വഴിയോരത്തിൽ നമുക്ക് വളരെ വൃത്തിയോടെയും വെടുപ്പോടെയും കാണുന്ന ഓരോ സീനറി കാണാം. ഈ സൈഡിൽ കാണുന്ന വയർ റോപ്പ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായി ഗവൺമെൻറ് ചെയ്യുന്ന മറ്റൊരു പദ്ധതിയാണത്. കണ്ടില്ലേ, എത്ര രസകരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിച്ചിരിക്കുന്നത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒന്നാമത് വെള്ളത്തിൻ്റെ ഭയങ്കര ഷോർട്ടേജ് ഉള്ള കാരണത്താലും എന്നിരുന്നാൽ കൂടെ അവരതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം. ഇപ്പോൾ നമ്മളടുത്ത് എത്തും. ഇപ്പോൾ ഈ കാണുന്ന ബോർഡുണ്ടല്ലോ, അത് ഇവിടേക്ക് പോകുന്നത് ഷാർജ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഒരു ബോർഡാണത്. നമ്മൾ ഷാർജ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പോൾട്രി സെയിൽ ഷോപ്പാണ്. അതായത് പോൾട്രിക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ തീറ്റി സാധനങ്ങൾ, കൂടുകൾ, അതായത് പക്ഷിക്കൂടുകൾ, പപ്പി, അതായത് ചെറിയ നായക്കുട്ടികൾക്കുള്ള കൂടുകൾ, അങ്ങനെ എല്ലാം ഇവിടെ ഉപലബ്ധമാണ്. പല രീതിയിലും പല ഷേപ്പിലുമുള്ള എല്ലാവിധ സെറ്റിങ്സും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, തത്തക്കൂട്, ഇല്ലെങ്കിൽ പക്ഷിക്കൂടായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ചെറിയ ചെറിയ കുരുവികൾ, അതിനായിട്ടുള്ള സെറ്റപ്പ്, പിന്നെ ഡോഗികൾക്കുള്ള കൂടുകൾ, ഡോഗി തീറ്റകൾ എല്ലാം തന്നെ ഇവിടുന്ന് ഉപലബ്ധമാണ് ഈ ചന്തയിൽ. ഇത് ചെമ്മരിയാടിൻ്റെ ഒരു ഫാം ഹൗസാണ്. ഇത് ഒരു തരത്തിലുള്ള ചെമ്മരിയാട്. ഇനി വേറെ ഒരു തരത്തിലുള്ള ചെമ്മരിയാട് അടുത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നടന്ന് നമ്മൾ സാധാരണ ആടുകൾ, അത് ആൺ പെൺ ആടുകൾ രണ്ടെല്ലാം ചേർന്നിട്ടുള്ളൊരു വലിയൊരു ഫാമാണ് ഇവിടേത്. എല്ലാം കൊഴുത്ത് മൂത്ത് നല്ല ആടുകളാണ്. ഇതിനെല്ലാം കശാപ്പാക്കാനുള്ള ആടുകളാണ്. വളർത്താൻ ആരും കൊണ്ടുപോകാറില്ല, കാരണം ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, എല്ലാം നല്ല മൂത്ത് കൊഴുത്ത ആടുകളാണ്. ഇവിടെ പശു, കാളക്കുട്ടന്മാർ എല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. അതിന് വേണ്ട തീറ്റയ്ക്കുള്ള വലിയൊരു പാത്രം, വളരെ രസകരമായി ഉണ്ട്. ഇത് വൈക്കോല്, പിന്നെ വെള്ളം കുടിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ ചെറിയ ചെറിയ പശുക്കുട്ടികളും അതും വേറെ ഉണ്ട്. ഇത് മൂരിക്കുട്ടന്മാരായിട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പോൾട്രി സെക്ഷനാണ്. പോൾട്രി സെക്ഷൻ, അതായത് ഇത് പാകിസ്ഥാനിലുള്ള ഒരു ആളാണ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ഒരു വിഷയം അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി പോൾട്രി, അതായത് നാടൻ കോഴികൾ, സാധാരണ വയറ്റിലെ മൺകോഴി, താറാവ്, അതുപോലെ പ്രാവ്, അങ്ങനെല്ലാം കാണാൻ പറ്റും. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ കോഴികളാണ്. ഇത് നല്ല പൂവൻ കോഴി.
അതിൽ നിന്ന് ഞങ്ങൾ വേറൊരു സെക്ഷനിലേക്ക് പോയി. ഇത് ഫുൾ നഴ്സറി സെക്ഷനാണ്. അതായത് പലതരത്തിലുള്ള ചെടികൾ, പൂവുകൾ, അതുപോലെ ഫലമൂലാദികളെല്ലാം കിട്ടുന്ന ചെറിയ ചെറിയ ചെടികളായിരിക്കും, പക്ഷേ അതിലെല്ലാം ഉണ്ട്. അതെല്ലാം കാണാൻ പറ്റും. നമുക്കിപ്പോൾ കാണിച്ചു തരാം. അത് മാതളങ്ങയുടെ ചെറിയൊരു ചെടിയാണ്, പക്ഷേ അതിൽ നല്ലൊരു വലിയൊരു മാതളങ്ങയുണ്ട്. പലതരത്തിലെ ചെടികളാണ് ഇത്. ഉള്ളൊരു കാട്ടിൽ കയറിയ പോലൊരു പ്രതീതിയായിരിക്കും. അത്രയും രസകരമായിട്ട് അത് വഴിയെല്ലാം ഒരുക്കി. വാഴ, അതുപോലെ തുളസി, അതുപോലെ മറ്റുള്ള ചെടികളെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിലത്തെ എന്തെല്ലാം ഉണ്ട്, കരിവേപ്പില്ല, അതെല്ലാം ഇവിടെ ഉപലഭ്യമാണ്. ഇവിടെ രസകരമായിട്ട് വെച്ചിട്ടുണ്ട് അവർ. Feel like that.